നമസ്കാരം, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ 2023 നടന്ന എക്സാമിന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻസ് ഇതിന്റെ മെത്തേഡ് പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ ഇന്റർവൽ ഇൻ വിച്ച് ദ ഫംഗ്ഷൻ x² - 6x + 7 ഈസ് ഇൻക്രീസിങ് ഇൻ. ഈ താഴെ പറയുന്നതിൽ ഏത് ഇന്റർവെല്ലിലാണ് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷനെ f(x) എടുക്കാം. f(x) = x² - 6x + 7 ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് f' കണ്ടുപിടിക്കുക. f' എന്ത് വരും? x² ഡെറിവേറ്റീവ് 2x മൈനസ് 6xന്റെ ഡെറിവേറ്റീവ് 6. എന്ത് ചെയ്യുക? f' 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. f' = 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x - 6 = 0. 2x - 6 = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2x = 6 ആണ്. ശരിയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് പറയാം? x = 6/2 which is equal to 3. ഓക്കെ, അതായത് -∞ എന്ന് പറയുന്ന ഈ ഇൻ്റർവെല്ലിനെ 3 വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ഇൻ്റർവെൽസ് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. -∞ 3യും 3 to +∞. ഈ ഇൻ്റർവെല്ലിൽ f'(x)ന്റെ വാല്യൂസ് നോക്കുക. f'(x)ന്റെ വാല്യൂ ഇൻക്രീസിങ് ആണെങ്കിൽ f(x) അവിടെ ഇൻക്രീസിങ് ആയിരിക്കും. f'(x) <0 ആണെങ്കിൽ എന്തായിരിക്കും? f(x) അവിടെ ഡിക്രീസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ f'(x) അതിൻ്റെ സൈൻ നോക്കാം. അപ്പോൾ -∞3യിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ f'(x)ന്റെ വാല്യൂ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് at x = 0 നോക്കാം. at x = 0 എന്നത് -∞3ക്കകത്തുള്ളതാണല്ലോ. f'(x) എന്ത് വരും? f'(0) = 2 × 0 - 6 that is equal to -6 that is less than 0. ഓക്കെ, അതായത് -∞3യിൽ f'(x) എന്താണ്? ലെസ് ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ f എന്താണ്? f ഈസ് ഡിക്രീസിങ്. ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ്ങും ആണ്. അടുത്ത ഇൻ്റർവെൽ നോക്കാം. 3 to ∞. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇൻ്റർവെല്ലായിട്ട് 4 എടുക്കാം. 3 എടുക്കല്ലേ, 3 എല്ലായ്പ്പോഴും എന്താണ്? 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ x = 3 എടുക്കാം. അപ്പോൾ f'(3) എന്ത് വരും? = 2 × 3. 3 എടുക്കാൻ പാടില്ലല്ലോ. ഓക്കെ, 4 എടുക്കാം. 3 എടുക്കരുതെന്ന് പറഞ്ഞ വീട് ഞാൻ 3 ആണ് എടുത്തല്ലേ. at x = 3 എടുത്താൽ എന്താ? 0 എടുത്തുള്ളൂ. 4 എടുക്കാം. 3 ∞ ഇൻ്റർവെല്ലാണ് 4. ഓക്കെ, അപ്പോൾ f'(4) എന്ത് വരും? f'(4) = 2 × 4 - 6 that is 8 - 6 = 2 that is greater than 0. അതായത് 3 ∞ f'(x) greater than 0 ആണ്. ദാറ്റ് ഈസ് f എന്താണ്? f ഈസ് ഇൻക്രീസിങ്. അപ്പോൾ f ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ ഏതാണ്? 3 ആണ് f ഇൻക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽ. പക്ഷേ അത് ആ പ്രശ്നം ഡിലീറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ f'(x) 0യ്ക്ക് ഇക്വേറ്റ് ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിനെന്ത് ചെയ്യുക? ആ ഓരോ ഇൻ്റർവെല്ലിലും f'(x)ന്റെ സൈൻ നോക്കുക. f'(x) ലെസ് ദാൻ 0 ആണെങ്കിൽ f ഇൻക്രീസിങ് ആയിരിക്കും. f'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്തായിരിക്കും? f ഇൻക്രീസിങ്ങും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area of the region bounded by the curve y = cos x between x = 0 and x = pi is option A 2 square units, option B 4 square units, option C 3 square units, option D 0 square unit. Okay, y = cos x between x = 0 and x = pi. അപ്പോൾ y = cos x എന്ന് പറയുന്ന ഗ്രാഫ് എവിടൊക്കെ? x = 0യ്ക്കും x = പൈക്കും ഇടയ്ക്കുള്ള റീജിയൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ആക്ച്വലി ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ആണ്. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y = f(x), x-axis and the lines x = a and x = b is given by area equal to interrelate to be y dx, that is equal to interrelate to be f(x) dx ആയിരിക്കും. അതായത്
y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു കർവ്. ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ. ദെൻ ഇത് എ, ഇത് ബി. അപ്പോൾ ഈ റീജിയൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇൻ്റർവൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവൽ എ ടു ബി വൈ ഡി എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? y ഈക്വൽ ടു കോസ് എക്സ്, എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നോക്കി എങ്ങനെ ഇരിക്കും? y ഈക്വൽ ടു കോസ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ? എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു പൈ. ഓക്കെ, ഇങ്ങനെ പോവും. എന്തിൻ്റെ ഗ്രാഫ്? കോസ് എക്സിൻ്റെ ഗ്രാഫ്. ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. അതായത് കോസ് 0യുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ 0 π/2 പൈ വരുമ്പോൾ ഇവിടെ വരും, പൈ വരും. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നമ്മൾ പറഞ്ഞത് എക്സ് ആക്സിസ് എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈനിന് ബൗണ്ട് ചെയ്തിട്ടുള്ള കർവിൻ്റെ ഇക്വേഷനാണ് നമുക്കറിയാവുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുതൽ ഇവിടം വരെ ഇതിൻ്റെ വാല്യൂ എന്താ? ഫംഗ്ഷൻ എന്താ? പോസിറ്റീവാണ്. ശരിയാണല്ലോ. എന്നാൽ ഇവിടെ മുതൽ ഇവിടം വരെ എന്താ? ഫംഗ്ഷൻ എന്താ? നെഗറ്റീവാണ്. ആക്ച്വലി ഈ രണ്ട് ഏരിയയും സെയിം ആണ്. ഈ രണ്ട് ഏരിയയും സെയിമാണ്. പക്ഷേ ഇതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ -2 കൂടെ ആണെങ്കിൽ 2 + -2 0 കിട്ടും. ഫുൾ ഏരിയ എന്ത് കിട്ടും? 0 കിട്ടും. അതായത് നമ്മൾ വെറുതെ ഇൻ്റഗ്രൽ 0 to π എന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിലുള്ള ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് വരും? അത് 0 ആയിപ്പോവും. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇൻ്റർവൽ എ ടു ബി വൈ ഡി എക്സ് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രശ്നം, ഇവിടുത്തത് പോസിറ്റീവും കിട്ടും, ഇവിടുത്തത് നെഗറ്റീവും കിട്ടും. പോസിറ്റീവ് നെഗറ്റീവിടെ കൂട്ടി നെറ്റ് എഫക്റ്റിലുള്ള റിസൾട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്ത് മാത്രമേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇവിടെ എന്ത് വരും? ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to π y dx ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to π cos x dx. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു 0 മുതൽ π/2 വരെ ഇത് പോസിറ്റീവാണ്, π/2 മുതൽ π വരെ എന്താണിത്? നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π പോസിറ്റീവാണ്, cos x dx ആണ്. പക്ഷേ π/2 cos x dx ആണ്. പക്ഷേ ഇൻ്റഗ്രൽ π/2 to π എന്താണിത്? -cos x dx ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 cos x dx ആണ്. എന്നാൽ π/2 π എന്താണ്? -cos x dx ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ cos x dx sin x within the limit 0 to π/2 plus -cos x ആകുമ്പോൾ -sin x within the limit π/2 to π. Okay, which is equal to sin π/2 minus sin 0 plus sin π minus sin π minus sin, അപ്പോൾ sin π/2. Okay, upper limit minus lower limit, which is equal to sin π/2 1 minus sin 0 0 plus sin π 0 0 minus എന്താ? plus sin π/2 1. That is 1 plus 1 equal to 2 square units ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു പൈ വരെ ഉള്ളതിൻ്റെയാണ് y cos x, y ഈക്വൽ ടു cos എക്സിൻ്റെ. അപ്പോൾ ഇൻ്റർവൽ 0 to π പൈ ഡി എക്സ് ആണ്. അപ്പോൾ ഇൻ്റർവൽ 0 to π cos x ഡി എക്സ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, ഇൻ്റർവൽ 0 to π ഇൻ എഫക്റ്റ് നമ്മൾ നോർമലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുക. കാരണം 0 to π/2 വരെ ഫംഗ്ഷൻ പോസിറ്റീവാണ്, ദെൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 2 എന്ന് വരും നമ്മുടെ ആൻസർ.
2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് കൃത്യമായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാരാബോളിക് കർവ് y equal to 2 root x 1 less than or equal to x less than or equal to 2 is revolved around x axis. The volume of solid of revolution is option A pi by 4, option B 6 pi, option C 4 pi, option D 12 pi. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ ഒരു പ്രോബ്ലം ആണ്. ഇൻ്റഗ്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് സോളിഡ് ഓഫ് റെവല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഒരു സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനും അതുപോലെ റീജിയൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കുന്നുണ്ട്. y ഈക്വൽ ടു 2 റൂട്ട് എക്സ് എന്ന് പറയുന്ന കർവിനെ എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുന്നു. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അവിടെ ഒരു സോളിഡാണ് കിട്ടുന്നത്. റിവോൾവ് ചെയ്യുമ്പോൾ എന്താ ഒരു സോളിഡാണ് കിട്ടുന്നത്. ആ സോളിഡിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനായിട്ട് പറയാനായിട്ട് പറ്റും. Let f be continuous and non-negative on the interval closed interval ab, and let r be the region that bounded above by y equal to f of x, below by x-axis, and on the side by the line x equal to a and the x equal to b. The volume of solid of revolution that is generated by revolving the region r about the x-axis is v equal to integral a to b pi f of x the whole square dx. അതായത് f of x എന്ന് പറയുന്ന ഒരു കർവ്, താഴെ x-axis, രണ്ട് സൈഡിലും രണ്ട് ലൈന്. ഇതിൻ്റെ ഫിഗർ നമ്മൾ വരച്ചാൽ ഇങ്ങനെ വരും. നമുക്ക് ഫിഗറിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. ഇത് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ, ഇത് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ. ഇത് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇതാണല്ലോ എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുറ്റുമ്പോൾ ഒരു സോളിഡാണ് നമുക്കവിടെ കിട്ടുന്നത്. ആ സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. ഇൻ്റർവൽ a to b പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ പറഞ്ഞേക്കുന്നത് y എന്ന് പറയുന്നത് 2 റൂട്ട് എക്സ് ആണ്. ഓക്കെ, ഇവിടെ എക്സ് എവിടെ നിന്നിട്ട് എവിടെ വരിക? എക്സ് ഈക്വൽ ടു 1 ടു എക്സ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മുടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വോളിയം ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 പൈ 2 റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 പൈ ഇൻറ്റു 2 സ്ക്വയർ 4x dx. root x into square x. Okay, that is equal to 4 pi into integral 1 to 2 x dx. That is equal to 4 pi into x dx in integral x square by 2 within the limit 1 to 2. Cancel cheyallo, ee 2 ഉം 4 ഉം cancel ചെയ്താൽ 2. That is 2 pi into limit കൊടുക്കാലോ, 2 into square 4 minus 1. That is equal to 6 pi. Okay, option B 6 pi ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. y ഈക്വൽ ടു റൂട്ട് എക്സ്, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതേപോലെ എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു ബി, എക്സ് ആക്സിസ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിവോൾവ് ചെയ്യുന്ന റീജിയൻ്റെ വോളിയം എന്ന് പറയും, സോളിഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഈക്വൽ ടു ഇൻ്റർവൽ a to b പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 2 റൂട്ട് എക്സ് കൊടുക്കുന്നു. 2 റൂട്ട് എക്സിൻ്റെ ഹോൾ സ്ക്വയർ 4x ആണ്. കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ദറ്റ് ഈസ് 4 പൈ ഇൻറ്റു 1 to 2 എക്സ് ഡി എക്സ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 ആണ് ഇൻ്റർവൽ വാല്യൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 6 പൈ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The general solution of the differential equation dy by dx equal to e raised to x plus 2y is option A e raised to x plus e raised to minus 2y by 2 equal to c, option B e raised to x plus e raised to minus 2y equal to c, option C e raised to x plus 2 e raised to minus 2y equal to c, option D e raised to minus x plus e raised to minus 2y by 2 equal to c. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? dy by dx ഈക്വൽ ടു e റേസ് ടു x പ്ലസ് 2y. ഓക്കെ,
അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 2y എനിക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? dy/dx ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 2y. ശരിയാണല്ലോ. ഇത് ഏത് ഫോമിലായി കഴിഞ്ഞു? ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി കഴിഞ്ഞു. വേരിയബിൾ സെപ്പറബിൾ ഫോമിലായി മാറിക്കഴിഞ്ഞു. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡിവൈയെയും വൈയുടെ ടേംസിനെ ഒരു സൈഡിലേക്കും എക്സിനെ ഡി എക്സിനെ ടേംസിനെ മറു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഇതെന്ത് വരും? dy ബൈ ഇ റേസ് ടു 2y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇ റേസ് ടു 2y ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ ഇ റേസ് ടു മൈനസ് 2y dy ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഓൺ ഇൻ്റഗ്രേറ്റിംഗ്, അതായത് വൈയുടെയും ഡി വൈയുടെയും ടേംസ് ഒരു സൈഡിലും എക്സിൻ്റെയും ഡി എക്സിൻ്റെയും ടേംസ് ഒരു സൈഡിലും വന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് 2y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റേസ് ടു മൈനസ് 2yയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് 2y ബൈ മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് -2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 2yയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് 2y ഡിവൈഡഡ് ബൈ ഇനി എന്ത് മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് -2 ഈക്വൽ ടു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ സി. ഓക്കെ, ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്കിതിനെ കൂടെ എന്ത് വരും? ഇത് -1/2 ഇ റേസ് ടു മൈനസ് 2y ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. സൈഡിലേക്ക് കൊണ്ടുവരാമല്ലോ. സീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മൈനസ് സി ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2y ബൈ 2. മൈനസ് സി അഗെയിൻ അനദർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2y ബൈ 2 ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി ഡാഷ്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താ ചെയ്തേ? dy/dx ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് 2y ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ഇതിനെ മാറ്റുന്നു. അതായത് ഇ റേസ് ടു എക്സ് പ്ലസ് 2yനെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണ് എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 2y എന്നുള്ളത് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 2y എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സിമ്പിൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിനെയും ഡി എക്സിൻ്റെയും ടേംസിനെയും ഒരു സൈഡിലേക്കും വൈയുടെയും ഡി വൈയുടെയും ടേംസിനെയും മറു സൈഡിലേക്കും കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇ റേസ് ടു മൈനസ് 2yയുടെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു മൈനസ് 2y ബൈ പിന്നെ മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് -2 ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സി. ദെൻ നമുക്ക് ഇക്വേഷൻ, അതായത് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഫോമിലേക്ക് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ എന്ത് വന്നു? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2y ബൈ 2 ഈക്വൽ ടു സി എന്ന് വന്നു. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 2023 ചോദിച്ച ലാസ്റ്റ് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ച അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. Which of the following equations has y equal to x square as one of its particular solution? Option A, x into d square y by dx square minus dy by dx equal to x. Option B, x into d square y by dx square minus dy by dx equal to 0. Option C, x square into d square y by dx square minus dy by dx equal to 0. Option D, x square into d square y by dx square minus y equal to 0. Okay. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏതിനാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് നിൽക്കുന്നതെന്നാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഇക്വേഷനും സോൾവ് ചെയ്തെടുത്ത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണോ നോക്കുന്നതിനേക്കാളും ഭേദം ഈ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇതിൻ്റെ ഏതെങ്കിലും സൊല്യൂഷനായിട്ട് വരുന്നുണ്ടോ എന്ന് തിരിച്ച് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അതായത് ഓരോന്നും സോൾവ് ചെയ്ത് ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പം y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലായിടത്തും എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണെന്ന് എടുക്കുന്നു. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എല്ലാ ഓപ്ഷൻസിലും dy ബൈ ഡി എക്സ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 2x വരും. ഓക്കെ, ദെൻ എന്ത് കണ്ടുപിടിക്കാം? ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ കൂടെ കണ്ടുപിടിക്കാം. എല്ലാ ഇക്വേഷൻസിലും ഡി സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയറും ഉണ്ട്. വൈയുടെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. ദെൻ 2xന് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ 2. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.
ഓപ്ഷൻ എ, ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് എക്സ് ആണോ കിട്ടുന്നതെന്ന്. അപ്പോൾ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താ 2 മൈനസ് ഡി വൈ ബൈ ഡി എക്സ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു 2x മൈനസ് 2x ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ എ എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? എക്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതെന്തല്ല, എക്സ് അല്ല, അത് ഈക്വൽ ടു 0 ആണ്, നോട്ട് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. പക്ഷെ ഓപ്ഷൻ ബി എന്താ? അത് ഈക്വൽ ടു 0 എന്നല്ലേ? ഓപ്ഷൻ ബി പറഞ്ഞേക്കുന്നത് എന്താ? എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? ഓപ്ഷൻ ബി കറക്റ്റാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്തോ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നതാണെന്ന് അവർ തന്നിട്ടുണ്ട്. ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറും എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടി? 0 തന്നെ കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വേണമെങ്കിൽ നമുക്ക് സിയും സിയും ഡിയും കൂടെ നോക്കാം. സി എന്താ പറഞ്ഞേക്കുന്നത്? സി എന്ന് പറഞ്ഞേക്കുന്നത് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്താന്ന് നോക്കി? ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താ? 2 മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്താ? 2x ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് 2x എന്തല്ല? 0 അല്ല. അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റാണ്. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഈക്വൽ ടു എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ 2 ആണ്. 2 മൈനസ് വൈ, വൈയുടെ വാല്യൂ എന്താ? എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താ? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ്. വെരിഫൈഡ് ആവശ്യമില്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടും. ജസ്റ്റ് ഞാൻ നിങ്ങളും ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇത് താഴെ പറയുന്നതിൽ ഏതാണ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു പർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്ഷനിൽ നിന്ന് തിരിച്ചുത്തരത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഫസ്റ്റ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ തെറ്റാണെന്ന് കിട്ടി. പക്ഷേ സെക്കൻഡ് ഓപ്ഷൻ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ വൈ എക്സ് സ്ക്വയർ ആയിട്ട് എടുത്താൽ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും 0 ആയിരിക്കും. ഓപ്ഷൻ സിയും തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നേക്കുന്നത്? ഓപ്ഷൻ ബി എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ 2023 നടന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എന്ന് പറയുന്ന എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ അറിയിക്കുക. താങ്ക് യു.